ആൻഡ് മോളിക്കുലാർ ഫോർമുല. ഓക്കെ, ഇനി എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റോഷിയോമെട്രിയെ പറ്റിയായിരുന്നു അല്ലേ. സ്റ്റോഷിയോമെട്രി ഇതൊന്നും എഴുതണ്ട, നിങ്ങൾ നോട്ട് എഴുതിയതല്ലേ. സ്റ്റോഷിയോമെട്രിയെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ മാസും വോളിയവും അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു റിയാക്ടറിൻ്റെ മാസ് വോളിയം തമ്മിലുള്ള റിലേഷൻ അതിൻ്റെ ന്യൂമറിക്കൽ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം. അതായത് ഏതെങ്കിലുമൊക്കെ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം റിയാക്റ്റൻറ്റിൻ്റെ മാസിനും അല്ലെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ മാസ് ഇവിടുന്ന് അങ്ങോട്ടും മാസ് ടോട്ടൽ മാസ് സെയിം ആയിരിക്കും, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഇവിടെ കുറയുന്നത് അവിടെ കൂടും. അതേപോലെ വോളിയം, 2 വോളിയം ഒരു വോളിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 3 വോളിയം പ്രോഡക്റ്റ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കണക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഓൾറെഡി പറഞ്ഞായിരുന്നു, ദ വേർഡ് സ്റ്റോഷിയോമെട്രി ഇസ് ഡിറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ് സ്റ്റോഷിയോൺ മീനിങ് എലമെന്റ് ആൻഡ് മെട്രോൺ മീൻ മെഷർമെന്റ്. അതായത് എലമെന്റുമായിട്ട് ബന്ധപ്പെട്ട മെഷർമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. ഓർത്തോണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നും പഠിക്കാനില്ല. എന്താ? കാൽക്കുലേഷൻ പഠിക്കാനുള്ളത്. എന്താ? മാസിന്റെ കാൽക്കുലേഷൻ, വോളിയത്തിന്റെ കാൽക്കുലേഷൻ, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അടുത്ത അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കെമിക്കൽ ഇക്വേഷൻ ആണ്. കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് റിയാക്റ്റന്റ് കമ്പൈൻ ചെയ്തിട്ട് എന്തായിക്കൊണ്ടിരിക്കുക? പ്രൊഡക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. റിയാക്റ്റന്റ് തീർന്നുകൊണ്ടിരിക്കുന്നു, പ്രൊഡക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പം ഒരു അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. H2 + O2 ഗീവ്സ് എന്താ? H2O എന്ന് വിചാരിച്ചോ. അപ്പോൾ 2H2 + O2 ഗീവ്സ് 2H2O. ഇതിന്റെ സ്റ്റേറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം, ഗേഷ്യസ്. ഇതിന്റെ സ്റ്റേറ്റ് ഗേഷ്യസ്. ഇത് ഗേഷ്യസ് ആവാം, ലിക്വിഡ് ആവാം, നമ്മൾ ഗേഷ്യസ് തന്നെ എടുക്കണം. ഓക്കെ, അപ്പം ഇവിടെ നോക്കി, ഇതിനർത്ഥം 2 വോളിയം ഹൈഡ്രജൻ 1 വോളിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ 2 വോളിയം എത്ര ഉണ്ടായെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 വോളിയം വാട്ടർ ഉണ്ടായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലേ ഇതിനർത്ഥം? ആണോ? അതാണ് ഇതിനർത്ഥം. അതായത് ഇതിന്റെ മുമ്പിൽ ബാലൻസ് ചെയ്യാൻ തന്നിരിക്കുന്നതിനെ നമ്മൾ വോളിയമായിട്ട് എടുത്തു. 2 വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? 2 ml ആവാം, 2 ലിറ്റർ ആവാം. അതായത് 2 ലിറ്റർ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ 1 ലിറ്റർ ഓക്സിജൻ മതി. അപ്പോൾ എന്ത് ചെയ്യും? 2 ലിറ്റർ വാട്ടർ ഉണ്ടാവും. ഇനി മാസിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇവിടെ 2 ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം എത്ര ഹൈഡ്രജൻ ആയി? മാസിൽ 4 ഗ്രാം ഹൈഡ്രജൻ എന്താണ്? ഓക്സിജൻ നോക്കി, ഓക്സിജൻ എത്ര? 32 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2 × 18 ഗ്രാം, അതായത് 36 ഗ്രാം എന്തുണ്ടാവുന്നു? വാട്ടർ ഉണ്ടാവുന്നു. കണ്ടോ? അപ്പം മാസിലുള്ള കാൽക്കുലേഷൻ ഈ രീതിയിൽ. അതായത് മാസിൽ പറയുമ്പോൾ 4 ഗ്രാം 32ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 36 ഗ്രാം ഉണ്ടായി. വോളിയത്തിൽ പറയുമ്പോൾ 2 വോളിയം 1 വോളിയമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്തായി? 2 വോളിയം. മോൾസിൽ പറയാം എന്താ? 2 മോള് H2 എന്ത് ചെയ്യുന്നു? 1 മോൾ എന്താണ്? O2മായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ 2 മോൾ എന്തുണ്ടായി? 2 മോൾ വാട്ടർ ഉണ്ടായി. കണ്ടോ? ഇങ്ങനെയുള്ള കാൽക്കുലേഷനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോഷിയോമെട്രി. ഇതിന്റെ കാൽക്കുലേഷൻ നമ്മൾ കാൽക്കുലേഷൻ പഠിക്കാൻ പോവാം. അതിനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. അപ്പം ഈ കെമിക്കൽ റിയാക്ഷനും കൂടെ നമുക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, റിയാക്റ്റന്റും പ്രൊഡക്റ്റും അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റും എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. 2, എന്താണ് ഈ റിയാക്റ്റന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും മാസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3, നമ്പർ ഓഫ് മോൾസും മോളിക്യൂൾസിന്റെയും എണ്ണം നമുക്ക് മനസ്സിലാക്കാം. കേട്ടോ? ഇതെല്ലാം അതിൽ നിന്ന് 2. പിന്നെ അതേപോലെ തന്നെ 4, വോളിയം എത്രയാണെന്ന് മനസ്സിലാക്കാം. 2 വോളിയം 1 വോളിയമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ 2 വോളിയം. കണ്ടോ? അപ്പോൾ ഒരു റിയാക്ഷനിൽ നിന്ന് നമുക്ക് അതിന്റെ സ്റ്റേറ്റ് മനസ്സിലാക്കാം, റിയാക്റ്റന്റ് മനസ്സിലാക്കാം, നമ്പർ ഓഫ് മോൾസ് ആൻഡ് മോളിക്യൂൾസ് എത്രയാണെന്ന് മനസ്സിലാക്കാം, വോളിയം മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ മാസും മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ. ഇത് നോക്കും, വോളിയം മോൾസും രണ്ടും അങ്ങനെയല്ല പറയുന്നത്. ഇപ്പം വോളിയം നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 ഹൈഡ്രജൻ അവിടെ ഇട്ട് കൊടുത്തു, 1 ഉള്ളൂ ഓക്സിജൻ അവിടെ. അത് 2 രീതിയിൽ പറയാം. 2 മോള് 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തെന്നും പറയാം. 2 ലിറ്റർ 1 ലിറ്റർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തെന്നും പറയാം. ലിറ്റർ പറയുമ്പോഴാണ് വോളിയം. മോൾസ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിളാണ്. 2 മോൾ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? 2 × 6.02 × 10⁻23 ഹൈഡ്രജൻ മോളിക്യൂൾസ് അവിടെ റിയാക്ട് ചെയ്തെന്ന് അർത്ഥം. ആരുമായിട്ടാ? 6.02 × 10⁻23 ഓക്സിജൻ മോളിക്യൂളുമായിട്ട്. അപ്പോൾ എത്ര മോളിക്യൂൾസ് ഉണ്ടായി? 2 × 6.02 × 10⁻23 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായി. കണ്ടോ? അത് രണ്ടും ഒന്നാന്ന് പറയാൻ പറ്റുമോ?
അല്ല, രണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മൾ വോളിയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതും വോളിയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതും മോൾസിനെ റെപ്രസെന്റ് ചെയ്യില്ല ഒന്നായിട്ടാണ് എഴുതുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്ന് പറയും. ലിമിറ്റിംഗ് റിയാക്റ്റന്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയും. ഒരു ഉദാഹരണം പറയാം. അതായത് ഇവിടെ തന്നെ ഇപ്പം SO2 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ SO3 ഉണ്ടായെന്ന് വിചാരിച്ചു. ബാലൻസ് ചെയ്യണം. 2SO2 ഒരു ഇതുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഇതുണ്ടായി. ഇതിനർത്ഥം എന്തുവാ? 2-3 രീതിയിൽ പറയാം. എത്രയാ? വോളിയത്തിൽ പറയുകയാണെങ്കിൽ 2 മോൾ SO2 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ 2 മോൾ എന്തുണ്ടായി? SO3 ഉണ്ടായെന്ന് പറയത്തില്ലേ? ഇനിയും വേറെ രീതി പറയാം. എന്തെന്ന് പറയാം? 100 ml SO2 50 ml O2 ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ 100 ml എന്തുണ്ടായി? SO3 ഉണ്ടെന്ന് വേണമെങ്കിൽ പറയത്തില്ലേ? ഇല്ലേ? തിരിച്ചു പറയാം. വേറെ പറയാം. എത്രയാ? 300 ലിറ്റർ SO2 150 ലിറ്റർ O2 ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ 300 ലിറ്റർ SO3 ഉണ്ടായെന്ന് വേണമെങ്കിൽ ഈ റിയാക്ഷൻ കൂടെ മനസ്സിലാക്കത്തില്ലേ? ഇല്ലേ? ഇനി മാസിൽ പറയുകയാണെങ്കിൽ മാസിലും പറയാം. മാസിൽ പറയുമ്പോൾ എത്ര വരും? 2 × 32 പ്ലസ് 2 × 16. അപ്പോൾ എത്ര? 32 64 32 96 ഗ്രാം SO2 32 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ 2 × 32 പ്ലസ് ഈ 2 മൊത്തം വരുമല്ലോ അല്ലയോ? സോറി ഇവിടെ തെറ്റാണ്. 2 × മൊത്തം വരും. അപ്പം 4. അപ്പം നമുക്ക് 32 പ്ലസ് 32 64 128ആണ്. 128 ഗ്രാം SO2 എന്ത് ചെയ്യും? 32 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2 × 16 × 3 48. അപ്പം 48 4 3 7 80. അപ്പം 160 ഗ്രാം എന്തുണ്ടായി? 160 ഗ്രാം SO3 ഉണ്ടായി എന്ന് പറയാം. മനസ്സിലായി? അപ്പം നമ്പർ ഓഫ് മോൾസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളത് തീരുമാനിക്കുന്നത് എത്രയാണ്. അതായത് ഇപ്പം ഇനി ലിമിറ്റിംഗ് റിയേജന്റ് എന്താന്ന് പറയാം. എടാ 2 എണ്ണത്തിന് 1 മതി. അപ്പൊ 100 എടുത്തു കഴിഞ്ഞാൽ 50 ml മതി. 2 സൾഫർ മോളിക്യൂൾ റിയാക്ട് ചെയ്യാൻ 1 ഓക്സിജൻ മോളിക്യൂൾ മതി. അപ്പം ml പറഞ്ഞു കഴിഞ്ഞാൽ 100 ml SO2 എടുത്തു കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യാൻ എത്ര ml ഓക്സിജൻ മതി? അതിന്റെ പകുതി. അതായത് 2ന്റെ പകുതിയാണല്ലോ 1. അപ്പൊ 50ന്റെ പകുതിയാണല്ലോ, 100ന്റെ പകുതിയാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് 300 ലിറ്റർ SO2 എടുക്കുമെങ്കിൽ അത് 150 ലിറ്റർ O2 ആയിട്ട് റിയാക്ട് ചെയ്താൽ മാത്രമേ 300 ലിറ്റർ എന്തുണ്ടാകത്തുള്ളൂ? SO3 ഉണ്ടാകത്തുള്ളൂ. ഏതാ? SO2 ബാലൻസ് ചെയ്യാൻ എവിടെ? അപ്പൊ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ആകത്തില്ലല്ലോ. ഇതിപ്പോ എത്ര ഓക്സിജൻ? ഇവിടെ ഇപ്പൊ എത്ര ഓക്സിജൻ ഉണ്ട്? സൾഫർ എത്ര ഉണ്ട് ഇവിടെ? 2. ഇവിടെയും സൾഫർ 2 ഇല്ലേ? ഓക്കെ. ഓക്സിജൻ ഇവിടെ എത്ര ഉണ്ട്? 4 പ്ലസ് 2 6. ഇവിടെ 3 × 2 6. ബാലൻസ്. ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ 2 കൊടുത്താൽ എന്ത് സംഭവിക്കും? പറ്റത്തില്ല, ബാലൻസ് ആകത്തില്ല. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് ലിമിറ്റിംഗ് റിയാക്റ്റന്റിന്റെ കഥ പറയാനാണ് ഇതെല്ലാം പറഞ്ഞത്. ഇപ്പൊ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാണ്. ഇത് 10 ml എടുക്കുവാണെങ്കിൽ ഇത് എത്ര ml മതി? 5 ml മതി. അപ്പൊ ഇത് എത്ര ml ഉണ്ടാവും? 10 ml ഉണ്ടാവും. പക്ഷെ ഞാൻ ഇത് രണ്ടും 10 ml എടുക്കുവാന്ന് വിചാരിച്ചു. ഇതും 10 ml എടുത്തു, ഇതും 10 ml എടുത്തു. എന്നിട്ട് റിയാക്ട് ചെയ്യിച്ചു. എന്തായിരിക്കും സംഭവിച്ചത്? ഇതിനകത്തുനിന്ന് 5 ml മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? യൂസ് ചെയ്യത്തുള്ളൂ. ബാക്കി 5 ml അവിടെ കിടക്കും. അപ്പൊ ഇവിടെ മൊത്തം ഈ റിയാക്റ്റന്റ് ആണോ കംപ്ലീറ്റ് യൂസ് ചെയ്ത് തീർന്നത്? ഈ റിയാക്റ്റന്റ് ആണോ മൊത്തം തീർന്നത്? അപ്പൊ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യുന്നത് ആരാണോ അവനായിരിക്കും ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. ഇവിടെ ലിമിറ്റിംഗ് ആരാ? ഇവിടെ എക്സസ് ഉണ്ട്. ഇവൻ ഒരു 10 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ എന്ത് ചെയ്തേനെ? ഇവൻ ഈ 5 കൂടെ അങ്ങ് ഉപയോഗിച്ചേനെ. മനസ്സിലായോ? അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി നമുക്ക് 2 രീതിയിൽ പറയാം. റിയാക്റ്റന്റ് ദാറ്റ് ഈസ് കൺസ്യൂംഡ് കംപ്ലീറ്റ്ലി ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ആയ ഇവനാ, ഇല്ലേ? അപ്പൊ ഇവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. ഇവൻ 5 ml 10 ml ഉണ്ട്, 5 ml ഇവൻ യൂസ് ചെയ്തോളൂ, ബാക്കി 5 ml അവിടെ കിടക്കണം. അതുകൊണ്ട് ഇവനെ എക്സസ് റിയാക്റ്റന്റ് എന്ന് പറയും. ഈ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ പരീക്ഷ കൊണ്ട് ലിമിറ്റിംഗ് റിയാക്റ്റന്റിന്റെ മാസും വോളിയം ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതാണ് ന്യൂമറിക്കൽ. ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്.
അതാണ് പറഞ്ഞത്, പഠിപ്പിക്കാലോ, നീ പോക്കിക്കൽ വഴി വെക്കാം. ഓക്കെ, ഇത് ഓക്കെ ആണോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം. എന്തുവാ എടാ, ഈ 10 ml ഞാൻ ഇപ്പൊ തന്ന എക്സാമ്പിൾ അല്ലേ? എന്തുവാ അങ്ങനല്ലായിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ 10 ml അവർ തരും, 10 തരും. ഇതിനകത്ത് ഇത്ര ഗ്രാമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ? ml വന്നിട്ട് ഗ്രാമിലൊക്കെ ചോദിച്ചോളാം. മനസ്സിലായി? അപ്പൊ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ തൽക്കാലം ഇത് നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോഴേ അത് പഠിപ്പിക്കുമ്പോൾ മാത്രം അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. എടുക്കുന്നുള്ളൂ. ഇത് ലിമിറ്റിംഗ് റേഞ്ച് കണ്ടുപിടിക്കാനതാ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് വെച്ചിട്ട് നമുക്കത് ഇത് ചെയ്താൽ മതി. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വേറെ രീതിയായിരിക്കും. അത് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് നോക്കാം. അത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കാണുമ്പോഴല്ലേ മനസ്സിലാകത്തുള്ളൂ. ഇനി ഇത് ഓക്കെ ആണോ? പാർവണ ഓക്കെ ആണോ? പാർവണ, അനുഷ്ക, അർജുൻ, അലൻ ഓക്കെയാണ് സർ. അനഘ, സൂര്യഗായത്രി, ഓക്കെ സർ. ക്രിസിൻ, ഓക്കെയാണ് സർ. ഓക്കെ. ജ്യോതിസ് ഓക്കെ ആണോ മോനെ? ജ്യോതിസ് ഓക്കെയാണ്. അപ്പം ലിമിറ്റിംഗ് റിയാക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് റിയാക്ഷൻ ഇൻ സൊല്യൂഷനാണ്. നോക്കിയോ, സൊല്യൂഷൻ എന്താണ്? എന്തേ സൊല്യൂഷൻ? വാട്ട് ഈസ് സൊല്യൂഷൻ? അതായത് ഒരു സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേരുന്നതാണ് എന്ത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇല്ലേ? സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേരുന്നതാണ് സൊല്യൂഷൻ. ഓക്കെ. നമുക്ക് പഠിക്കാനുള്ള ബൈനറി സൊല്യൂഷനാണ്. ബൈനറി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ടാൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. സൊല്യൂട്ടും ഒന്ന്, സോൾവെന്റും ഒന്ന്. നാരങ്ങയുള്ള ഒരു ബൈനറി സൊല്യൂഷൻ ആണോ? അല്ല. നാരങ്ങ വെള്ളത്തിനകത്ത് ഉപ്പിടും, മധുരം ഇടും, വെള്ളം ഇടും, പിന്നെ അതിനകത്ത് വേണമെങ്കിൽ കസ്കസ് ഇടാം, പിന്നെ എന്താണോ ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം, ഇല്ലേ? നാരങ്ങ ഇടാം, പിന്നെന്താ, അങ്ങനെ കുറെ ആൾക്കാരെ ഇടാം. അപ്പൊ അത് ബൈനറി സൊല്യൂഷൻ അല്ല. പഞ്ചസാര പാനി ഒരു ബൈനറി സൊല്യൂഷനാണ്. സോൾട്ട് സൊല്യൂഷൻ ഒരു ബൈനറി സൊല്യൂഷനാണ്. അപ്പൊ നമുക്ക് ബൈനറി സൊല്യൂഷനെ പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ ശ്രദ്ധിച്ചോണം. നമുക്ക് ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം പഠിക്കണം. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ശ്രദ്ധിച്ചോ. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ വീര്യം, അല്ലേ? വീര്യം എത്രത്തോളം, അതിന് എന്താണ്? ഗാഢത എന്നാ പറയുന്നത് ശരിക്കും. കോൺസെൻട്രേഷന്റെ പച്ച മലയാളം എന്ന് പറയുന്നത് ഗാഢത. ഓക്കെ. അപ്പൊ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, ഒരു സ്പൂൺ ഇടുന്നു, ഇളക്കുന്നു, കംപ്ലീറ്റ് ഡിസോൾവ് ആയി, ഒരു തുള്ളി നാക്കി വെച്ച് നോക്കുന്നു, നല്ല രസമായിരിക്കും. ആണോ? കുഴപ്പമില്ല, ശരി, കുഴപ്പമാക്കി തരാം. ഓക്കെ. അടുത്ത നോക്കിയോ, അതേ ഗ്ലാസ്സിൽ തന്നെ വീണ്ടും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുന്നു, അല്ല ഉപ്പും കൂടി ഇടുന്നു, ഇളക്കുന്നു, വീണ്ടും നാക്കി എടുക്കുന്നു, ഇച്ചിരി കൂടെ കൂടും. ഓക്കെ, കുഴപ്പമായി തുടങ്ങി. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ വീണ്ടും ഒരു ഗ്ലാസ് ഉപ്പും കൂടി ഇടുന്നു, അല്ല ഒരു സ്പൂൺ ഉപ്പും കൂടി ഇടുന്നു. എന്താ സംഭവിക്കുന്നത്? നല്ല ഉപ്പായിരിക്കും. ഇനി അതിനകത്ത് വീണ്ടും ഒരു സ്പൂൺ ഉപ്പ് ഇടുന്നു, 4 സ്പൂൺ, ഒരു സ്പൂൺ ഇട്ട് 5 സ്പൂൺ ഇട്ടു. അപ്പോൾ ഒരു ഗ്ലാസ്സിനകത്ത് ഇപ്പം എത്ര സ്പൂണായി? 5 സ്പൂൺ. ടേബിൾ സ്പൂൺ ആണെങ്കിൽ അതെടുത്തിട്ട് ഒരു തുള്ളി വായി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അറ്റാക്ക് ഒന്ന് മരിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ, ഹൈപ്പർ പ്രഷർ ആവും, ഒറ്റയടിക്ക് കൂടും, ഹാർട്ടിനകത്തെ ബ്ലഡ് പമ്പിങ് ഭയങ്കരമാവും, തട്ടിപ്പോകാൻ അത് മതി, ഒരു സ്പൂൺ മതി. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ പ്രശ്നമായില്ല. എന്നാ നീ കൊടുത്തിട്ട് കൊണ്ടിട്ട് വാ, നല്ല രസമായിരിക്കും. ഓക്കെ. ഇപ്പൊ പോയാൽ നമുക്ക് നിർഗുണ പരിഹാര പാഠശാല ഏതാ? അത് ഇപ്പം ഈ പറഞ്ഞ പോലെ നിന്നെ പോലെ മന്ദബുദ്ധികളല്ലല്ലോ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പം എന്താണ് അപ്പം ഇത് ഓരോ സ്പൂൺ ഒഴിക്കുമ്പോഴും അവിടെ എന്താ സംഭവിക്കുന്നത്? വീര്യം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഫിക്സഡ് സോൾവെന്റിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ ഇതിന്റെ എണ്ണം എന്താ സൊല്യൂട്ടിന്റെ എണ്ണം എന്ത് ചെയ്യുക? കൂടുകയാണ്. അപ്പോൾ അതിന് എന്ത് കൂടും? കോൺസെൻട്രേഷൻ കൂടും. കൂടുതൽ സൊല്യൂട്ട് സോല്യൂബിൾ ആയി കഴിഞ്ഞാൽ കൂടുതൽ എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതും സോല്യൂബിലിറ്റി എന്ന് പറയുന്നതും രണ്ടാണെങ്കിലും നിങ്ങൾ ഒന്നായിട്ട് പഠിക്കുക. അതായത് സോല്യൂബിലിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കോൺസെൻട്രേഷൻ കൂടും. സോല്യൂബിൾ ആവുകയാണെങ്കിലാണ് കോൺസെൻട്രേഷൻ കൂടുന്നത്. സോല്യൂബിലിറ്റിയും കോൺസെൻട്രേഷൻ വേണം എന്തായിട്ട് പഠിക്കാം? ഒന്നായിട്ട് പഠിക്കാം. സെറ്റാണോ? ക്ലിയർ ആണല്ലോ? അങ്ങനെ തന്നെ പഠിക്കുക. ഇനി ഈ കോൺസെൻട്രേഷൻ അളക്കാൻ 5 കാര്യങ്ങൾ നമുക്ക് പഠിക്കുകയും. ഒന്ന്, മാസ് പെർസെൻറ്റേജ്. ശ്രദ്ധിച്ചോണം. അതായത് കോൺസെൻട്രേഷൻ അളക്കാൻ മാസ് പെർസെൻറ്റേജ് അളക്കണം. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷന്റെ ഡെഫിനിഷൻ അവിടെ പറഞ്ഞായിരുന്നു, അല്ലേ? കോൺസെൻട്രേഷന്റെ ഡെഫിനിഷൻ എന്താ? കോൺസെൻട്രേഷന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്?
ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ എന്താണ് എ ഗിവൺ വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ഇത്ര വോളിയം സൊല്യൂഷൻ നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് എടുത്തത്, ഒരു ഗ്ലാസ്സിനകത്ത് ഡിസോൾവ് ആകുന്ന ഒരു അത് ഫിക്സഡാ, അതായത് സോൾവെന്റിന്റെ എമൗണ്ട് ഫിക്സഡാ. ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിനകത്ത് ആഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ ശരിക്കും പറയുന്നത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു സ്പൂൺ പഞ്ചസാര ഉപ്പിടുന്ന സമയത്ത് അത് അലിയും, നല്ല ഉപ്പാവും. വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പിന്റെ ഇത് കൂടും, കോൺസെൻട്രേഷൻ കൂടുക ചെയ്യുന്നത്. ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിനകത്ത് നമ്മൾ സൊല്യൂട്ട് ഇടുമ്പോൾ അതിന് കോൺസെൻട്രേഷൻ കൂടും. സോൾവെന്റ് ഒഴിക്കണം. നമ്മൾ ന്യൂട്രൽ ആക്കുന്നതിനെ പറ്റിയൊന്നും ഇപ്പോൾ പറയണ്ട, ഇപ്പോൾ ചിന്തിക്കണ്ട. ഓക്കെ. അപ്പം ഇനി ഇതിന്റെ കോൺസെൻട്രേഷൻ എനിക്ക് അളക്കണം. എന്തിനാ ഇതിന്റെ കോൺസെൻട്രേഷൻ എനിക്ക് അളക്കണം? ഇതിന്റെ കോൺസെൻട്രേഷൻ അളക്കണമെങ്കിൽ നമുക്ക് 5 രീതിയിൽ അളക്കാൻ പറ്റും. പറയാം. ഒന്ന് അതിന്റെ മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതും നമ്മൾ, ഒന്നെങ്കിൽ W/W പെർസെൻറ്റേജ് എന്നോ അല്ലെങ്കിൽ M/M പെർസെൻറ്റേജ് എന്നോ ഒക്കെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റിനകത്ത് തരിക. അതിനർത്ഥം എന്താണെന്നറിയാമോ? അതായത് മാസ് ഓഫ് സൊല്യൂട്ട്, മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്യും? നമ്മൾ പെർസെൻറ്റേജ് കോമ്പൻസേഷൻ കണ്ടുപിടിച്ച പോലെ തന്നെ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എന്താ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. അതായത് മാസ് ഓഫ് എലമെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100 ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തേത് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ ആണ്. എന്താണ് മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് അറിയാമോ? നമ്മളിപ്പം എ എന്ന് പറയുന്ന സോൾവെന്റും ബി എന്ന് പറയുന്ന സൊല്യൂട്ടും ചേർന്നിട്ടാണ് AB എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. ഈ സൊല്യൂഷനകത്ത് എയും ഉണ്ട് ബിയും ഉണ്ട്. എയുടെ മോളിക്യൂൾസ് ഒത്തിരി ഉണ്ട്, ബിയുടെ മോളിക്യൂൾസ് ഒത്തിരി ഉണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്. അപ്പം എനിക്ക് എയുടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണതിന് നമ്മൾ എക്സ് എന്നല്ല കേട്ടോ അത് എഴുതുന്നത്. അതിനകത്ത് എക്സ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, എക്സ് അല്ല, കൈ ആണ് കേട്ടോ. ഇങ്ങനെയാണ് എഴുതുന്നത്, കൈ എ പറയുന്നത്, കൈ എ, കൈ എ കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് ഈ എ ബി എന്ന് പറയുന്ന സൊല്യൂഷനകത്ത് എയുടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആ സൊല്യൂഷനകത്ത് കുറേ എയും കുറേ ബിയും ഉണ്ട്. അതിന്റെ ടോട്ടൽ അതിനെ എന്ത് ചെയ്യുക? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളുടെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇനി ബി കണ്ടുപിടിക്കണമെങ്കിലോ, മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡ് ബൈ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്താണ്? സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ. ഇതൊക്കെ പഠിച്ചോളാം, അടുത്ത വർഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഒരു സൊല്യൂഷനകത്ത് ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അത് അവിടെ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. കൈ എ പ്ലസ് കൈ ബി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. 5 കമ്പോണന്റ് ഉണ്ടെങ്കിൽ കൈ എ പ്ലസ് കൈ ബി പ്ലസ് കൈ സി പ്ലസ് കൈ ഡി പ്ലസ് കൈ ഇ ഈക്വൽ എന്താ? 1 ആയിരിക്കും. എത്ര കമ്പോണന്റ് ഉണ്ടോ അതിന്റെ എല്ലാ കമ്പോണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 1 കിട്ടണം. അതാണ് അതിന്റെ നിയമം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നമ്മൾ കോൺസെൻട്രേഷൻ തന്നെയല്ലേ കണ്ടുപിടിച്ചേ? മാസ് പെർസെന്റേജ് പോലെ തന്നെയല്ലേ ഉള്ളൂ. സൊല്യൂട്ടിനെ സോൾവെന്റിനെ നമുക്ക് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. മോൾസിൽ എത്ര അളവുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് മോൾ ഫ്രാക്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മൊളാരിറ്റിയെ പറ്റിയാണ്. ഇത് പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയണം, മൊളാരിറ്റി എന്ന് പറയുമ്പോൾ വലിയ എം. ഓക്കെ. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ ചെറിയ മൊളാരിറ്റി ലിറ്റി ചെറിയ എം. മൊളാരിറ്റി ഇത് ഒരെണ്ണം ആറും ഒരെണ്ണം എല്ലുവാ. റിറ്റിയും ലിറ്റിയും. റിറ്റി ക്യാപിറ്റൽ എം, ലിറ്റി സ്മോൾ എം. അതാണ് മൊളാരിറ്റി. പറയുമ്പോൾ തന്നെ മൊളാരിറ്റി വലിയ എമ്മും ചെറിയ എമ്മും അങ്ങനെ ഓർത്ത് പഠിച്ചാൽ മതി. ഓക്കെ. ഇനി നോക്കിക്കോളൂ. മൊളാരിറ്റി കണ്ടുപിടിക്കാൻ. മൊളാരിറ്റി എം ആണ്. എം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഉദാഹരണം പറയാം. എന്താണെന്നറിയോ? നിങ്ങൾ ഒരു ഗ്ലാസ് പഞ്ചസാര, ഒരു ലിറ്റർ പഞ്ചസാര പാനി ഉണ്ടാക്കി. ആ 1 ലിറ്റർ പഞ്ചസാര പാനിക്കകത്ത് എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് പഞ്ചസാരയുണ്ട് എന്ന് ഉള്ള അളവാണ് മൊളാരിറ്റി. 1 ലിറ്റർ പഞ്ചസാര പാനി, അതായത് സൊല്യൂഷൻ, 1 ലിറ്റർ സൊല്യൂഷനകത്ത് എത്ര മോളിക്യൂൾസ് ഓഫ് ആരുണ്ട്? ഷുഗർ ഉണ്ട്. അതായത് എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് ഷുഗർ ഉണ്ട് എന്ന് കണക്കാക്കുന്ന കോൺസെൻട്രേഷൻ ടേമാണ് മൊളാരിറ്റി. ഓക്കെ. മൊളാരിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണെന്നറിയോ? സ്മോൾ എം ആണ്. സ്മോൾ എം ഈസിക്കൽ എന്താ? സെയിം തന്നെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ
1 kilogram ഓഫ് സോൾവെന്റ്. അവിടെ എങ്ങനെ മനസ്സിലാക്കണം അറിയോ? 1 kilogram സോൾവെന്റ് നിങ്ങൾ അങ്ങ് എടുക്കുക, 1 kilogram നെയ്യ് അങ്ങോട്ട് എടുക്കുക, അതിനകത്ത് ഇച്ചിരി ഉപ്പം കലക്കുക. ഉപ്പ് കലക്കിയിട്ട് അത് ഒരു സൊല്യൂഷൻ ആവുമല്ലോ. നെയ്യൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ഡെൻസിറ്റി ഉള്ള സാധനത്തിനാണ് കിലോഗ്രാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തേ പറയത്തുള്ളൂ, ലിക്വിഡ് ഒക്കെയാണ് നമ്മൾ എന്താന്നേ പറയത്തുള്ളൂ, ലിറ്ററിന് കിലോഗ്രാം എന്നും പറയാം. ഇപ്പം എണ്ണ നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ അത് ലിറ്ററില്ല, എന്നാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് കിലോഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഇച്ചിരി ഡെൻസിറ്റി കൂടുതലുള്ളതിന് എപ്പോഴും കിലോഗ്രാമിലായിരിക്കും പറയുന്നത്. അത് ലിക്വിഡ് ആണെങ്കിലും കിലോഗ്രാം എന്നായിരിക്കും പറയുക. പെട്രോളിന്റെ ഡെൻസിറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ പെട്രോൾ അടിക്കുമ്പോൾ ഓരോ പെട്രോൾ അടിക്കുന്നതിൻ്റെ അവിടെ താഴെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 762 787 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പെട്രോൾ വെള്ളമല്ലേ, ലിറ്ററിലാണ് പറയേണ്ടത്, പക്ഷെ അതും ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് എന്താണ് കിലോഗ്രാം. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 കിലോഗ്രാം സോൾവെന്റിനകത്ത് നിങ്ങൾ എത്രത്തോളം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കലക്കി വെച്ചിരിക്കുന്നു എന്നുള്ള കണക്കാണ് എന്ത് പറയുന്നത്, മൊളാലിറ്റി പറയുന്നത്. ഓക്കെ ആണല്ലോ, ശ്രദ്ധിച്ചോണം. അപ്പം ഇതിനെ നമ്മൾ 1 മോളാർ 2 മോളാർ എന്നായിരിക്കും അതിൻ്റെ യൂണിറ്റ് പറയുന്നത്. ഇതിനെ 1 മോളാൽ 2 മോളാൽ എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, 1 മോളാർ NaOH സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? 1 മോൾ NaOH ഡിസോൾഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ, 1 ലിറ്റർ ഓഫ് വാട്ടർ എന്നാണ് അതിനർത്ഥം. 1 ക്യാപിറ്റൽ M NaOH സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 1 മോൾ NaOH കൃത്യ അളന്നെടുത്തിട്ട് 1 ലിറ്റർ വാട്ടറിനകത്ത് കലക്കി ഉണ്ടാക്കുന്ന സാധനമാണ് 1 മോളാർ NaOH സൊല്യൂഷൻ. 1 മോളാൽ NaOH സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? 1 കിലോഗ്രാം വാട്ടറിനകത്ത് 1 മോൾ എടുത്ത് കലക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കൺസെപ്റ്റ്. അത് എപ്പോഴും ഓർത്ത് വെച്ചോണം കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ മൊളാലിറ്റി ആണോ കൂടുതൽ എഫക്റ്റീവ് എന്ന് ചോദിക്കും അളക്കാൻ വേണ്ടി. എപ്പോഴും മൊളാലിറ്റിയാണ് കൂടുതൽ എഫക്റ്റീവ്, മൊളാലിറ്റി അല്ല. കാരണം എന്താ അറിയോ, മൊളാലിറ്റി വോളിയം മാറുന്നതിനനുസരിച്ച് മാറും. കാരണം മൊളാലിറ്റി ഈസിക്കൽ എന്താ, നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ആണ് അല്ലേ. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുമെന്ന് ചാൾസ് ലോ പറഞ്ഞിട്ടുണ്ട്. റോബർട്ട് ലോ അല്ല, ബോയ്സ് ലോ, ചാൾസ് ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ എവിടെയും പഠിച്ചു ഓർക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക. ബലൂൺ വീർപ്പിച്ചിട്ട് വെയിലത്തിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബലൂൺ വീർപ്പിച്ചിട്ട് വെയിലത്തിട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. ചൂട് കൊണ്ട് പൊട്ടുന്നതല്ല, ചൂട് കാരണം അതിനകത്തെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടും ആ ബലൂണിന് ഗ്യാസ് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും അത് പൊട്ടിപ്പോകും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. നമ്മളൊരു റിയാക്ഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ ഫിക്സഡ് ആക്കിയൊന്നും വെക്കാൻ പറ്റില്ല, ടെമ്പറേച്ചർ കൂടും കുറയും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ വോളിയത്തിന് വ്യത്യാസം വരും. വോളിയം കൂടിയെന്ന് വെച്ചോ, വോളിയം കൂടിയാൽ എന്തിനും വ്യത്യാസം വരും? മൊളാരിറ്റി, ക്യാപിറ്റൽ എമ്മിന് വ്യത്യാസം വരത്തില്ലേ? കാരണം എന്താ, വോളിയം മൊളാരിറ്റി എന്താ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ വോളിയം കൂടിയാൽ മൊളാരിറ്റി കുറയും, വോളിയം കുറഞ്ഞാൽ മൊളാരിറ്റി കൂടും. അപ്പോൾ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് വോളിയത്തിന് മാറ്റം വരും. പക്ഷേ മൊളാലിറ്റി എന്താ, സ്മോൾ എം ഈസിക്കൽ എന്താ, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഇൻ കിലോഗ്രാം ആണ്. വെയിറ്റ് ഒരിക്കലും ടെമ്പറേച്ചറിനെ ഡിപെൻഡ് ചെയ്തില്ല. ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും വെയിറ്റ് എന്ത് ചെയ്തില്ല, മാറത്തില്ല. അപ്പോൾ നമുക്ക് ഈ അളവായിരിക്കും കുറച്ചുകൂടെ എന്ത്, മൊളാലിറ്റി. പക്ഷേ നമ്മൾ ന്യൂമറിക്കലൊക്കെ ചെയ്യാൻ കൂടുതലും മൊളാലിറ്റി എടുക്കുന്നത്. പക്ഷേ എക്സ്പെരിമെന്റ് കൃത്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊളാലിറ്റിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ വോളിയം ചേഞ്ച് ആവും, വോളിയം എന്ത് ചെയ്യും, മൊളാലിറ്റി ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊളാലിറ്റി ചേഞ്ച് ആവും. എടാ, നമുക്ക് ഒരു സോൾവെന്റും സൊല്യൂഷനകത്ത് തന്നെ മൊളാലിറ്റിയിലും കണക്ക് പറയാം, മൊളാലിറ്റിയിലും കണക്ക് പറയാം. മനസ്സിലായോ? ഇത് മാസ് പെർസെൻറ്റേജിലും പറയാം, മോൾ ഫ്രാക്ഷനിലും പറയാം. പല രീതിയിൽ നമുക്ക് കോൺസെൻട്രേഷൻ പറയാം. അതാണല്ലോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺസെൻട്രേഷൻ നമുക്ക് പല രീതിയിൽ പറയാം. മോൾ ഫ്രാക്ഷനിൽ പറയാം, മൊളാലിറ്റിയിൽ പറയാം. ഒരാൾ ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് പഞ്ചസാര പാനി ഉണ്ടാക്കി വെച്ചിരിക്കുക, അതിൻ്റെ കോൺസെൻട്രേഷൻ എനിക്ക് മൊളാലിറ്റിയിൽ പറയാം, അതിൻ്റെ കോൺസെൻട്രേഷൻ തന്നെ എനിക്ക് മൊളാലിറ്റിയിൽ പറയാം, അതിൻ്റെ കോൺസെൻട്രേഷൻ തന്നെ എനിക്ക് മാസ് പെർസെൻറ്റേജ് പറയാം, അതിൻ്റെ കോൺസെൻട്രേഷനെ തന്നെ എനിക്ക് എന്തിൽ പറയാം, മോൾ ഫ്രാക്ഷനിലും പറയാം. ഏതിൽ വേണേൽ പറയാം. ഇതിലൊന്നിൽ പറഞ്ഞാൽ മതി. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഏതെങ്കിലും ഒരു ആഹാരം മാത്രം തിന്നാൽ മതി, വേറെ ഒന്നും തിന്നണ്ട. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇതില്ലേ ഉണ്ടോ? സ്മോൾ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ W/kg. ഈ kg എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ വെയിറ്റ് ഇൻ കിലോഗ്രാം, നമുക്ക് എപ്പോഴും ഗ്രാമിലായിരിക്കും തരുന്നത്. അതിനെ കിലോഗ്രാമിലോട്ട് മാറ്റുമ്പോൾ വെയിറ്റ് ബൈ 1000 ചെയ്യണം, W/1000. അതൊക്കെ അങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. 1 കിലോഗ്രാം സോൾവെന്റിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് സൊല്യൂട്ട്
ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, ഓൺലൈൻ ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ, അല്ലെങ്കിൽ ചാപ്റ്റർ തീർന്നു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനെന്തോ ചോദിച്ചായിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ, പെട്ടെന്നാട്ടെ. എല്ലാവരും ചോദിച്ചു. എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചു. സാർ ലിമിറ്റിംഗ് റിയേജന്റ്